iPlus ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് PYQ ഡിസ്കഷനാണ്. സോളിഡ് ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലിക്വിഡ്സ് ഡിഫ്യൂസ് സ്ലോലി ആസ് കമ്പയർഡ് ടു ഗ്യാസസ് ബിക്കോസ്. എന്താണ് ലിക്വിഡ് സ്ലോ ആയിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ കാരണമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് ലിക്വിഡ്സ് ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡ്സിന് എന്തില്ല? ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. 2, ദി മോളിക്യൂൾസ് ഓഫ് ലിക്വിഡ്സ് ആർ ഹെവി. Option C, the molecules of liquids move fast. And option D, the molecules are held together by strong intermolecular forces. So, ഇതിൽ ഏത് റീസൺ കാരണമാണ് ലിക്വിഡ്സ് സ്ലോ ആയിട്ട് ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡ്സ് സ്ലോ ആയി ഡിഫ്യൂസ് ചെയ്യാൻ ഇതിൽ ഏതാണ് റീസൺ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. നമുക്കറിയാം ഗ്യാസ് പോലെ തന്നെ ലിക്വിഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്തായിട്ടായിരിക്കും? സ്ലോ ആയിട്ടായിരിക്കും അല്ലേ? നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസുമായി കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡ് സ്ലോ ആയിട്ടാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. ഇൻ ദി ലിക്വിഡ് സ്റ്റേറ്റ് ദി മോളിക്യൂൾസ് ആർ ക്വൈറ്റ് ക്ലോസ് ടു ഈച്ച്. നമ്മൾ 3 സ്റ്റേറ്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗ്യാസ്, പിന്നെന്താണ്? ലിക്വിഡ് ആൻഡ് സോളിഡ് അല്ലേ? ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് എന്താണ്? ദൂരെയാണ് നിൽക്കുക അല്ലേ? അവർക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ലിക്വിഡ് വരുമ്പോൾ എന്താണ്? ഗ്യാസിനെക്കാട്ടിൽ ക്ലോസ് ടു ഈച്ച് അതറാണ്. സോളിഡ് ആകുമ്പോൾ എന്താണ്? വളരെ അടുത്തായിരിക്കും അല്ലേ? സോ ലിക്വിഡ് സ്റ്റേറ്റിൽ മോളിക്യൂൾസ് എന്താണ്? അടുത്തടുത്താണ് അല്ലേ? ഗ്യാസുമായി കമ്പയർ ചെയ്യുമ്പോൾ അടുത്തടുത്താണ്. സോ ദി മോളിക്യൂൾ ഓഫ് ദി ലിക്വിഡ് ഹാസ് ടു അണ്ടർഗോ എ നമ്പർ ഓഫ് കൊളീഷൻസ് വിത്ത് ദി നെയ്ബറിംഗ് മോളിക്യൂൾ. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത മോളിക്യൂൾസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് കൊളീഷൻസ് പോസിബിൾ ആണ്. Thus there is more obstruction for the movement of the molecules of a liquid. അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്ത മോളിക്യൂൾസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൊളൈഡ് ചെയ്യുന്നത് മൂലവും ഇവർ പരസ്പരം അടുത്തടുത്തായതുകൊണ്ടും എന്താണ്? അവിടെ കൂടുതൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, തടസ്സമുണ്ട് അല്ലേ? There is more obstruction for the movement of the molecule of a liquid. നമ്മുടെ ലിക്വിഡിലെ മോളിക്യൂളിന് മൂവ് ചെയ്യാൻ എന്തുണ്ട്? കൂടുതൽ ഒബ്സ്ട്രക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ എന്തായിരിക്കും? ഡിഫ്യൂഷൻ വളരെ ചെറുതായിട്ട് അല്ലെങ്കിൽ പതുക്കെ നമ്മൾ ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിന് ഡിഫ്യൂഷൻ വളരെ പതുക്കെ നടക്കത്തുള്ളൂ. ഇനി ഗ്യാസിന്റെ കേസ് വരുമ്പോൾ നമുക്കറിയാം വെരി ലെസ് ഒബ്സ്ട്രക്ഷൻ ആണ് അല്ലേ? അതായത് മോളിക്യൂൾസിനുള്ള ഒബ്സ്ട്രക്ഷൻ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? അവിടെ ലാർജ് എംപ്റ്റി സ്പേസ് അവൈലബിൾ ആണ് അല്ലേ? അവരുടെ മൂവ്മെന്റിന് വേണ്ടി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് ഇരിക്കുന്നത്, ദൂരെയാണ്. സോ ലാർജ് എംപ്റ്റി സ്പേസ് അവൈലബിൾ ഫോർ ദ മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഗ്യാസസിന്റെ കേസിൽ എന്തായിരിക്കും? വെരി ലെസ് ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. അവർ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഡിഫ്യൂസ് ചെയ്യും. സോ അത് കൂടാതെ എന്തുണ്ട്? മറ്റൊരു റീസണും കൂടെ പറയുന്നത് ഇൻ ലിക്വിഡ്സ് ദേർ ആർ എന്താണ്? ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. എന്തുണ്ട്? നമ്മുടെ ഈ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് തമ്മിൽ ഒരു ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഉണ്ടല്ലേ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കാരണം ഈ മോളിക്യൂൾ എന്താണ്? പരസ്പര ബന്ധിതമാണ് അല്ലേ? കണക്റ്റഡ് ആണ്. വിച്ച് ടെൻഡ് ടു ഹോൾഡ് ദി മോളിക്യൂൾ ടുഗദർ. അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡ് മോളിക്യൂൾസിനെ എല്ലാം എന്ത് ചെയ്യും? പരസ്പരം അട്രാക്ട് ചെയ്ത് നിർത്തും. ബട്ട് എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റ് നമുക്കറിയാം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? വളരെ കുറവാണ്. വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനേ ഉള്ളൂ. അവിടെ അങ്ങനെ ആരും ബന്ധിതമല്ല അല്ലേ? കണക്റ്റഡ് അല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം എന്തായിരിക്കും? പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ ലിക്വിഡിന്റെ കേസിൽ കുറവാണ്. എന്തുകൊണ്ടാണ്? മോളിക്യൂൾസ് അടുത്താണ്, അവർക്ക് ഫ്രീഡം കുറവാണ്. പിന്നെ എന്താണ് ആ ഫ്രീഡം കുറയാൻ കാരണം? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി മോളിക്യൂൾസ് അവിടെ ഗ്യാസ് മോളിക്യൂൾസിനെക്കാട്ടിൽ കൂടുതലായതുകൊണ്ട് ഗ്യാസ് മോളിക്യൂൾസിന്റെ അത്രയും ഡിഫ്യൂഷൻ ആർക്ക് വരുന്നില്ല? ലിക്വിഡ്സിന് വരുന്നില്ല. സോ ഇതിന്റെ ആൻസർ ഏതായിരിക്കും വരിക? ലിക്വിഡ്സ് ഡിഫ്യൂസ് സ്ലോലി ആസ് കമ്പയർഡ് ടു ഗ്യാസസ് ബിക്കോസ് എന്താണ്? ഷേപ്പ് ഇല്ലാത്ത ഒരു റീസൺ ആണോ? ഷേപ്പ് ഇല്ലാത്ത ഒരു റീസൺ അല്ല. ദി മോളിക്യൂൾസ് ഓഫ് ലിക്വിഡ് ആർ ഹെവി ആയത് റീസൺ ആണോ? അതുമല്ല. ദി മോളിക്യൂൾസ് ഓഫ് ലിക്വിഡ് മൂവ് ഫാസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫാസ്റ്റ് ആയിട്ടൊന്നും അല്ല, അവർ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ദി മോളിക്യൂൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ സ്ട്രോങ് ഇന്റർമോളിക്യുലർ ഫോഴ്സസ് അല്ലേ? എന്താണ്? മോളിക്യൂൾസ് ഓഫ് ലിക്വിഡ്സ് എങ്ങനെയാണ്? അവർ തമ്മിൽ സ്ട്രോങ് ഇന്റർമോളിക്യുലർ ഫോഴ്സസ് ഉള്ളത് കാരണമാണ് അവിടെ എന്താണ്? ലിക്വിഡ്സ് ഗ്യാസിനെക്കാട്ടിൽ സ്ലോ ആയിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓൺ ഹീറ്റിംഗ് എ ലിക്വിഡ് ഇറ്റ്സ് വിസ്കോസിറ്റി
ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. എങ്ങനെ മാറും ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് ചേഞ്ച് വരുന്നു, അതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഒരു പറയുന്ന ഓപ്ഷൻ എ ഇൻക്രീസസ്, ഓപ്ഷൻ ബി ഡിക്രീസസ്, ഓപ്ഷൻ സി റിമൈൻസ് സെയിം ആൻഡ് ഓപ്ഷൻ ഡി ഈസ് റെഡ്യൂസ് ടു 0. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് എന്താണ് വിസ്കോസിറ്റി, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കോമൺ ഒബ്സർവേഷൻ ദാറ്റ് സർട്ടൻ ലിക്വിഡ് ഫ്ലോ ഫാസ്റ്റർ ദാൻ അതേഴ്സ്. നമുക്കറിയാം വെള്ളവും നെയ്യും അല്ലെങ്കിൽ വെള്ളവും തേനും കൂടി എടുക്കുമ്പോൾ വെള്ളം എന്തായിരിക്കും ഫാസ്റ്റായിട്ട് ഒഴുകിപ്പോകും. പക്ഷെ എന്താണ് തേനാണെങ്കിൽ അല്ലെങ്കിൽ എണ്ണയാണെങ്കിൽ ഒക്കെ എങ്ങനെ കൊഴുപ്പ് കൂടുതലാണ് അല്ലേ, അത് കൊഴുത്ത് കൊടുത്ത് പതുക്കെ മാത്രമേ അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. എക്സാമ്പിൾ ആണ് വാട്ടർ, കെറോസിനും ഒക്കെ എന്തായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും. ബട്ട് ഇൻ കേസ് ഓഫ് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ഹണി ഒക്കെ എന്തായിരിക്കും ഫ്ലോ സ്ലോലിയാണ്. ഓക്കെ, സോ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ. എന്താണ്? ഫ്ലോ ചെയ്യാനുള്ള ഒരു തടസ്സമാണ് എന്തെന്ന് പറയുന്നത് വിസ്കോസിറ്റി. സോ ഇന്റേണൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഇൻ ലിക്വിഡ്സ് വിച്ച് അറൈസ് ഡ്യൂ ടു ഇന്റേണൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് ലിക്വിഡ്സ് ആസ് ദേ സ്ലിപ്പ് പാസ് വൺ അനദർ വൈൽ ലിക്വിഡ് ഫ്ലോസ്. ഓരോ ലിക്വിഡ് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഫ്ലോ ചെയ്യുമ്പോൾ അത് പല ലെയറായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെയറിനെ മറ്റൊരു ലെയർ എന്ത് ചെയ്യാണ് പിടിച്ചു വലിക്കുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷൻ ഉള്ളതിൻ്റെ ഫലമായിട്ട്, ഇന്റേണൽ ഫ്രിക്ഷൻ ഉള്ളതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാനുള്ള തടസ്സത്തെ പറയുന്ന പേരാണ് എന്ത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. Strong intermolecular forces between molecules hold them together strongly and therefore resist movement of layers past one another. അതായത് സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഇവരുടെ മൂവ്മെന്റിനെ എന്ത് ചെയ്യും? അത് റെസിസ്റ്റ് ചെയ്യും. ദി കോസ് ഓഫ് ഡിഫറെന്റ് റേറ്റ്സ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ്സ് മേ ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ കൺസിഡറിങ് ഫ്ലോ ഓഫ് ലിക്വിഡ് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ്. നമ്മൾ ഗ്ലാസ് പ്ലേറ്റിനകത്ത് നമ്മൾ ഹണി ഒഴിക്കാതിരിക്കട്ടെ. അപ്പം നോക്കാം, ഏറ്റവും മുകളിലിടെ നമുക്ക് തന്നെ മനസ്സിലാവും ഏറ്റവും മുകളിലുള്ള ലെയർ എന്തായിരിക്കും പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അതിൻ്റെ താഴെയുള്ള ലെയർ എന്താണ് പതുക്കെ ആയിരിക്കും. ഏറ്റവും ഗ്ലാസിനോട് അടുത്തുള്ള ലെയർ എന്താണ് നമുക്ക് പറയാം ഏകദേശം സ്റ്റേഷനറി ആയിട്ട് തന്നെ ഇരിക്കുകയെന്ന് പറയാം. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു എന്താണ് വിസ്കോസിറ്റിയുടെ ഒരു ഇക്വേഷനൊക്കെ കാണണമെങ്കിൽ നമ്മൾ ആ ഒരു എന്താണ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. The liquid may be imagined to consist of a large number of molecular layers. എന്താണ് ഒന്നിന് മുകളിൽ ഒന്നായ ലാർജ് നമ്പർ ഓഫ് ലെയേഴ്സ് ഉള്ളതാണ് നമ്മളുടെ എന്താണ് ലിക്വിഡ് എന്ന് നോക്കാം. ഓക്കെ, ദി മോളിക്കുലർ ലെയർ വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി ഗ്ലാസ് പ്ലേറ്റ് റിമെയിൻസ് ഓൾമോസ്റ്റ് സ്റ്റേഷനറി. നമ്മുടെ ഗ്ലാസ് പ്ലേറ്റുമായിട്ട് ടച്ചിൽ വരുന്ന ആ ലെയർ, പല ലെയേഴ്സ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ആ ഗ്ലാസ് പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന ലെയർ എന്താണ് ഓൾമോസ്റ്റ് സ്റ്റേഷനറി ആണ്, അതിന് മൂവ്മെന്റ് ഇല്ല എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. The second layer moves slightly faster than the first layer. ഫസ്റ്റ് ലെയറിനെക്കാട്ടിൽ ഫാസ്റ്റർ ആയിട്ട് എന്താണ് സെക്കൻഡ് ലെയർ മൂവ് ചെയ്യും. അതിനെക്കാട്ടിൽ ഫാസ്റ്റർ ആയിട്ട് എന്താണ് തേർഡ് ലെയർ മൂവ് ചെയ്യും. Thus the successive layers moves with gradually increased speed. അതായത് എന്താണ് ഓരോ ലെയർ കൂടി കൂടി വരുമ്പോഴും സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട് കൂടി ചെയ്യുന്നുണ്ട്. സോ ദി ഡിഫറെന്റ് ലെയേഴ്സ് ഇൻ എ ലിക്വിഡ് മൂവ് ഓവർ വൺ അനദർ വിത്ത് ഡിഫറെന്റ് സ്പീഡ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ദി ലിക്വിഡ്. നമ്മുടെ ഫ്ലോ ഓഫ് ലിക്വിഡ് നോക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള ലെയർ എന്ത് ചെയ്യും ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യും, പിന്നീടുള്ളത് എന്താണ് സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. സോ ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദർ ഇസ് എ റെഗുലർ ഗ്രഡേഷൻ ഓഫ് വെലോസിറ്റി ഇൻ പാസിംഗ് ഫ്രം വൺ ലെയർ ടു ദി നെക്സ്റ്റ് ഈസ് കോൾഡ് ലാമിനാർ ഫ്ലോ. അപ്പോൾ നിങ്ങളുടെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ലാമിനാർ ഫ്ലോ എന്ന് ചോദിക്കാം. എന്താണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്? ദി ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദർ ഇസ് എ റെഗുലർ ഗ്രഡേഷൻ. എന്താണ് ഗ്രഡേഷൻ? ഡിക്രീസ് ഇൻ വെലോസിറ്റി. എന്താണ് റെഗുലർ ഗ്രഡേഷൻ ഓഫ് വെലോസിറ്റി ഇൻ പാസിംഗ് ഫ്രം വൺ ലെയർ ടു ദി നെക്സ്റ്റ് ലെയർ ഈസ് കോൾഡ് എന്താണ് ലാമിനാർ ഫ്ലോ എന്ന് പറയാം. അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനെ എന്താണെന്ന് ചോദിക്കാം. ഓപ്ഷൻ എ ലാമിനാർ ഫ്ലോ, ഓപ്ഷൻ ബി എന്താണ് വിസ്കസ് ഫ്ലോ. എന്താണ് വിസ്കസ് ഫ്ലോ എല്ലാം ഡ്യൂ ടു സർഫസ് ടെൻഷൻ, അങ്ങനെ പല രീതിയിലുള്ള ഫ്ലോ അവർ പല പല പേരുകൾ തരും. അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് റെഗുലർ ആയിട്ട് ഈ ലെയേഴ്സിൻ്റെ വെലോസിറ്റിക്ക് വരുന്ന ഈ ഗ്രഡേഷനെ പറയുന്ന പേരാണ് എന്ത് ലാമിനാർ ഫ്ലോ എന്ന് പറയാം. ഇനി ലാമിനാർ ഫ്ലോ ഏതുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടാണ്? നമുക്കറിയാം വിസ്കോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. ഓക്കെ, so due to intermolecular forces there is resistance of one layer to the other layer. ഇവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കാരണം അവിടെ ഒരു റെസിസ്റ്റൻസ് അനുഭവപ്പെടും. ഓരോ ലെയറിന് എന്താണ് ഈ ഫ്ലോയ്ക്ക്
ഒരു റെസിസ്റ്റൻസ് അനുഭവപ്പെടും. ഫോർ എക്സാമ്പിൾ, ഇഫ് വി സെലക്ട് എ ലെയർ, ദി ലെയർ ഇമ്മീഡിയറ്റ്ലി ബിലോ ഇറ്റ് ട്രൈസ് ടു റിട്ടാർഡ് ഇറ്റ്സ് ഫ്ലോ. അതായത് നമ്മൾ പറഞ്ഞു 1, 2, 3 കുറേ ലെയേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം ഏറ്റവും മുകളിലുള്ള ലെയർ ഒഴുകാൻ നേരം തൊട്ട് താഴെയുള്ള ലെയർ എന്ത് ചെയ്യും? അതിൻ്റെ മൂവ്മെന്റിനെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, പിടിച്ചു വലിക്കുന്ന പോലെ ഒരു ഫോഴ്സ് ഉണ്ടാവും. വൈൽ ദി എബോവ് ഇറ്റ് ട്രൈസ് ടു ആക്സിലറേറ്റ് ദി ഫ്ലോ. അതേസമയം ഇപ്പൊ നടുക്കത്തെ ഒരു ലെയർ ആണെങ്കിൽ താഴെയുള്ള ലെയർ എന്താണ്? റെസിസ്റ്റ് ചെയ്യുകയും മുകളിലുള്ള ലെയർ എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യുകയുമാണ് ചെയ്യാറുള്ളത്. If the velocity of the layer at a distance dx is changed by the value dv, then velocity gradient എന്ന് പറയുന്നത് എന്തായിരിക്കും? dv by dx ആണ്. സ്മോൾ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണ്. dv ആണ് എന്താണ്? സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി. dx ആണ് സ്മോൾ ഡിസ്റ്റൻസ് എങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? dv by dx ആയിരിക്കും. So a force is required to maintain the flow of layers. The force required to maintain the flow in the 3 layers is directly proportional. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് ചോദിക്കാം ഈ വിസ്കസ് ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് കോണ്ടാക്ട്. എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് കോണ്ടാക്റ്റും അതുപോലെ തന്നെ വെലോസിറ്റി ഗ്രേഡിയന്റിനെയും ഈ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ആൻഡ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി വി ബൈ ഡി എക്സ് ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് കോണ്ടാക്റ്റും ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിയൻറ്റുമാണ്. സോ എന്താണ് നമുക്കറിയാം, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ് ആണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? എ കോൺസ്റ്റൻറ്റ്, പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് ഈറ്റ ഇൻറ്റു എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് വരും. ഇവിടെ ഈറ്റയെ പറയുന്ന പേരാണ്, ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഈ ഈറ്റയെ പറയുന്ന പേരാണ് എന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയും. എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നു. സോ ഇനി എപ്പോഴാണ് നമുക്ക് ഈറ്റയെ ഡിഫൈൻ ചെയ്യണം? എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് ഇസ് ഈക്വൽ ടു ഈറ്റ ആകും എപ്പോൾ? when a is equal to 1 ഉം dv by dx is equal to 1 ഉം ആകുമ്പോൾ f is equal to eta ആകുന്നു. ഓക്കെ, so viscosity coefficient എന്താണ്? It is the force when velocity gradient is unity and the area of contact is unit area. Area of contact unit area, velocity gradient unity ആകുമ്പോഴുള്ള ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് ഈറ്റ എന്ന് പറയുന്നത്. Thus, viscosity coefficient may be defined as the force of friction required to maintain unit velocity gradient between the two parallel layers of unit area of contact. ഒരു യൂണിറ്റ് ഏരിയ ഓഫ് കോണ്ടാക്റ്റിലുള്ള 2 പാരലൽ ലെയേഴ്സിൻ്റെ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് യൂണിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ വിസ്കോസിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. നമുക്കപ്പം ഒരു ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി നമുക്ക് എന്താണ്? ഈറ്റ വെച്ച് കമ്പയർ ചെയ്യാം. സോ ദി വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ആർ കമ്പയർഡ് ഇൻ ടേംസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ടേമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ലിക്വിഡിൻ്റെയും വിസ്കോസിറ്റി എത്രയാണെന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. So it is defined as the tangential force per unit area required to maintain a unit difference in velocities. ഈ ഡിഫറൻറ്റ് എന്താണ്? ഡെഫിനിഷൻസ് പറയാനുള്ള റീസൺ പലപ്പോഴും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് തരും. അപ്പോൾ അറിഞ്ഞിരിക്കണം എന്താണ് വിസ്കോസിറ്റി അല്ലെങ്കിൽ എന്താണ് വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ്സ് ഓഫ് വിസ്കോസിറ്റി ചോദിക്കാം. നമുക്കറിയാം നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? ഈറ്റ ഇൻറ്റു എ ഡി വി ബൈ ഡി എക്സ് ആയിരുന്നു. സോ ഈറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ബൈ എ ഡി വി ബൈ ഡി എക്സ് എന്ന് വരും അല്ലേ? ഈറ്റ ഇസ് ഈക്വൽ ടു എന്താണ് വരിക? എഫ് ബൈ എ ഡി എക്സ് ബൈ ഡി വി എന്നാണ് വരുന്നത് അല്ലേ? എന്താണ്? എഫ് ബൈ എ ഡി എക്സ് ബൈ ഡി വി എന്ന് വരും. സോ നമുക്ക് ഈറ്റയുടെ വാല്യൂ എന്ത് കിട്ടും? ഡൈൻസ് സെൻറ്റിമീറ്റർ റേസ് ടു -2 സെക്കൻഡ് എന്ന് വരും. ഓക്കെ, എങ്ങനെയാണ്? ഇവിടെ ഡി എക്സ് മോളിൽ പോകത്തില്ല, ഡി എക്സ് ബൈ എന്താണ്? ഡി വി വരും. സോ ഡൈൻ ആണ് നമ്മളുടെ ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഡി എക്സിൻ്റെ എന്ത് വരും? സെൻറ്റിമീറ്റർ വരുന്നു. ഇനി നമുക്കറിയാം ഏരിയയുടെ എന്ത് വരും? സെൻറ്റിമീറ്റർ സ്ക്വയർ വരും ഇൻറ്റു ഡി വി വരും, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വരും. സോ യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡൈൻ സെൻറ്റിമീറ്റർ റേസ് ടു -2 സെക്കൻഡ് നമുക്ക് യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ആയിട്ട് കിട്ടും.
ഇനി ഇതിൻ്റെ മറ്റൊരു പേരിലും യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി മറ്റൊന്നുണ്ട്. ഇന്ന് പോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. സോ ലോയിസ് പോയ്സയുടെ എന്താണ് നമുക്കതിനെ ആദരസൂചകമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? വിസ്കോസിറ്റിക്ക്, അല്ലെങ്കിൽ എന്താണ് ഈറ്റയുടെ മറ്റൊരു യൂണിറ്റ് ആണ് പോയിസ്, POISE. പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതും വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി ഒരു പോയിസ് എന്ന് വെച്ചാൽ എത്രയാണ്? 1 പോയിസ് ഇസ് ഈക്വൽ ടു 1 gram centimeter raised to -1 second raised to -1 ആണ്. ഇനി നിങ്ങളോട് ചോദിക്കാം SI സിസ്റ്റത്തിൽ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാം. ഓർത്തിരിക്കാം, ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 സെക്കൻഡോ അല്ലെങ്കിൽ എന്താണ് പാസ്കൽ സെക്കൻഡോ ആണ് നമ്മളുടെ എന്ത് SI യൂണിറ്റ്. അതല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ഉണ്ട് കിലോഗ്രാം മീറ്റർ റേസ് ടു -1 S റേസ് ടു -1. ഈ മൂന്നുമാണ് എന്ത് നമ്മുടെ SI യൂണിറ്റ്. SI സിസ്റ്റം ഓഫ് എന്താണ് SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ്സ് ആണ് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 സെക്കൻഡ് ഓർ പാസ്കൽ സെക്കൻഡ്, അല്ലെങ്കിൽ എന്താണ് കിലോഗ്രാം മീറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1 എന്ന് പറയുന്നത് എന്താണ് SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ഇനി 1 പോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 ഓഫ് SI യൂണിറ്റ് ആണ്. സോ 1 പോയിസ് ഇസ് ഈക്വൽ ടു 0.1 ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി വിസ്കോസിറ്റിയും നേച്ചർ ഓഫ് ലിക്വിഡും എങ്ങനെ റിലേറ്റ് ചെയ്തു എന്ന് നോക്കാം. The viscosity is also related to the intermolecular forces in the liquid. നമ്മുടെ ലിക്വിഡിലെ intermolecular ഫോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. If the intermolecular forces are large, the viscosity will be high. ഇനി മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് അല്ലേ, അതാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അത് കൂടുതലാണെങ്കിൽ വിസ്കോസിറ്റി എന്തായിരിക്കും? വിസ്കോസിറ്റിയും കൂടുതലായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് വാട്ടർ ഹാസ് ഹയർ വിസ്കോസിറ്റി ദാൻ മീഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോൾ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിനാണ് വിസ്കോസിറ്റി കൂടുതൽ. എന്തുകൊണ്ടാണ്? because of intermolecular forces in water are more than in case of methyl alcohol. Methyl alcohol compare ചെയ്യുമ്പോൾ വാട്ടറിനാണ് intermolecular force കൂടുതൽ. So water has more viscosity than methyl alcohol. ഇനി hydrogen bonding and van der Waals forces are strong enough to cause high viscosity to liquids. Greater the viscosity, the more slowly the liquid flows. അപ്പോൾ ഓർത്തിരിക്കുക, വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ എന്തേ ചെയ്യത്തുള്ളൂ? പതുക്കെ മാത്രമേ ലിക്വിഡ് ഫ്ലോ ചെയ്യുകയുള്ളൂ. എക്സാമ്പിൾ ആണ് നമ്മുടെ ഹണിയൊക്കെ നോക്കുകയാണെങ്കിൽ ഹണിക്ക് എന്താണ് വിസ്കോസിറ്റി വളരെ കൂടുതലാണ്. സോ സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും, സ്ലോ ആയിട്ട് മാത്രമേ അത് ഒഴുകുകയുള്ളൂ. അതേസമയം വാട്ടർ ആവുമ്പോൾ നമുക്ക് പറയാം വാട്ടറിന് എന്താണ് വിസ്കോസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ എന്താണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലിക്വിഡ് ലൈക്ക് വാട്ടർ ദാറ്റ് ഫ്ലോസ് ഈസിലി ഹാസ് ലോ വിസ്കോസിറ്റി വൈൽ ലിക്വിഡ് ലൈക്ക് ഹെവി എൻജിൻ ഓയിൽ അല്ലെ, എൻജിൻ ഓയിലോ അതല്ലെങ്കിൽ എന്താണ് ഹണിയൊക്കെ എന്തായിരിക്കും സ്ലോലി ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഹൈ വിസ്കോസിറ്റി ആയതുകൊണ്ടാണ് അവർ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഗ്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു എക്സ്ട്രീംലി വിസ്കസ് ലിക്വിഡ് ആണ് എന്ത് നമ്മുടെ ഗ്ലാസ് എന്ന് പറയുന്നത്. അത് നോക്കാം, നമുക്കത് മനസ്സിലാവില്ല. എന്താണ് വർഷങ്ങളായിട്ട് നമുക്കൊരു സോളിഡ് പോലെ തന്നെയാണ് എന്ത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ റിസംബിൾ ചെയ്യുന്നതെങ്കിലും ഇതെന്താണ് ഒരു എക്സ്ട്രീംലി വിസ്കസ് ലിക്വിഡ് ആണ്. അതിന് എക്സാമ്പിൾ നമ്മൾ പഴയ ബിൽഡിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ പഴയ പണ്ടത്തെ കൊട്ടാരങ്ങളുടെ ഒക്കെ വിൻഡോ പെയിൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം താഴത്തെ ഭാഗം എന്താണ് കട്ടി കൂടിയും മുകൾ ഭാഗം കട്ടി കുറഞ്ഞുമായിട്ടിരിക്കുന്നത് കാണാം വിൻഡോയിലെ ഗ്ലാസസ് നോക്കുമ്പോൾ. അതിൻ്റെ അർത്ഥം എന്താണ്? വർഷങ്ങൾ എടുത്തിട്ടുണ്ട് ഇവർ മൂവ് ചെയ്യാൻ വേണ്ടി, ഫ്ലോ ചെയ്യാൻ വേണ്ടി വർഷങ്ങളെടുത്ത് പതിയാണ് മൂവ് ചെയ്ത് താഴെ വരെ എത്തുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ പണിഞ്ഞു വെച്ചപ്പോൾ ഇത് ഒരേ വീതി ആയിരുന്നെങ്കിൽ പോലും കാലങ്ങളെടുത്ത് പതിയെ 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 എന്ത് ചെയ്തു? അതിന് ഫ്ലോ സംഭവിച്ചിട്ടുണ്ട്. ആ ഫ്ലോ സംഭവിച്ചത് കൊണ്ടാണ് താഴെ ഓൾഡ് ബിൽഡിങ്ങിൻ്റെ ഈ വിൻഡോ പ്ലെയിൻസ് എന്താണ് വിൻഡോ ഗ്ലാസിൻ്റെ താഴ്വശം എന്താണ് കട്ടി കൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. സോ its property of flow can be experienced by measuring the thickness of window panes of old buildings. These become thicker at the bottom than at the top, showing the property that glass flows. ഗ്ലാസ്സിന് ഒഴുകാൻ കഴിയുമെന്നുള്ളൊരു പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ ആണെന്ത് നിങ്ങളോട് ചോദിക്കാം. എന്താണ് ഈ പണ്ടത്തെ ബിൽഡിങ്ങിലൊക്കെ വിൻഡോ പെയിൻസിൻ്റെ താഴ്ഭാഗം കട്ടി കൂടിയ. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്നത് അങ്ങനെയാവില്ല. എന്തുകൊണ്ടാണ് വിൻഡോസിൻ്റെ
വിൻഡോ പെയിൻസ്, പഴയ ബിൽഡിങ്ങിലെ വിൻഡോ പെയിൻസ് എന്താണ്, താഴ്ഭാഗം കട്ടി കൂടി കാണുന്നു. എന്തുകൊണ്ടെന്ന് ചോദിക്കാം. അതെന്തുകൊണ്ടാണ്? ഗ്ലാസ് ഒരു എക്സ്ട്രീംലി വിസ്കസ് ലിക്വിഡ് ആയതുകൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും, സ്ലോ ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാലങ്ങളെടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ തിക്നെസ് നമുക്ക് വേരിയബിൾ ആയിട്ട് കാണാൻ കാരണം. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെ ഈ ഒരു സ്ലൈഡിലാണ്. എന്താണ്? ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറും വിസ്കോസിറ്റിയും എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? എന്ത് ചെയ്യുന്നു? വിസ്കോസിറ്റി കുറയുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? വിസ്കോസിറ്റി കുറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി എപ്പോഴാണ് കുറയുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. ഓക്കെ, വിത്ത് ദി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ the average kinetic energy increases and the intermolecular forces can be easily overcome. നമുക്കറിയാം ഇവർക്ക് എന്താണ് വിസ്കോസിറ്റി കൂടാൻ കാരണം? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. സോ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നു? ആവറേജ് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. അതിനെ നമുക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് എന്ത് ചെയ്യും? ലിക്വിഡ് സ്റ്റാർട്ട്സ് മൂവിങ് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ലിക്വിഡ് മൂവ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ് ദാറ്റ് ദി ഡിക്രീസ് ഇൻ വിസ്കോസിറ്റി ഓക്കെ എന്ത് ചെയ്യുന്നു? എബൌട്ട് 2% പെർ ഡിഗ്രി. ഓരോ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചറിനും ഏകദേശം 2% വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പം നമുക്ക് പറയാം വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡ്സിന് എന്താണ്? വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരും എന്ത് വരും? ഓൺ ഹീറ്റിംഗ് എ ലിക്വിഡ് ഇറ്റ്സ് വിസ്കോസിറ്റി. ഹീറ്റിംഗ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്ത് ചെയ്തു? വിസ്കോസിറ്റി കുറഞ്ഞു. ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഇവിടെ വരിക. ഓക്കെ, സോ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ 2 ക്വസ്റ്റ്യനും എന്താണ് വളരെ എളുപ്പമാണ്. നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മറ്റ് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും കിട്ടും. അങ്ങനെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. മാക്സിമം പ്രീവിയസ് ഇയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.